നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാവരും ആദ്യം വീഴുമെന്ന് പ്രതീക്ഷിച്ചത് രഞ്ജിത്തിന്റെ വിക്കറ്റായിരുന്നു. എന്നാൽ വീണത് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖും. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും സമ്മർദ്ദങ്ങളും ഈ രണ്ടു പേർക്കെതിരെയും ഉയരുന്നുണ്ടായിരുന്നു. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മാത്രമാണ് ആരാണ് ഈ വേട്ടക്കാർ എന്നുള്ള പേരുകൾ പരാമർശിക്കാത്തത്. എന്നാൽ ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പല സ്ത്രീകൾക്കും ഇത്തരത്തിൽ ക്രൂരമായ അതിക്രമം നേരിടേണ്ടി വന്ന പല സ്ത്രീകൾക്കും അതൊരു ധൈര്യമായിരുന്നു. അതിന് പിന്നാലെയാണ് പലരും പല ആളുകളുടെയും പേരുകൾ ധൈര്യമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖും അതുപോലെ തന്നെ സംവിധായകൻ രഞ്ജിത്തും രാജിവെച്ചിരിക്കുന്നത്. ഇനി മൂന്നാം വിക്കറ്റ് ആരുടേതാണ് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി അഭിനേത്രിമാരാണ് തങ്ങളുടെ ദുരനുഭവങ്ങൾ ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. സിനിമാ ഷൂട്ടിങ്ങിനിടെ തനിക്കുണ്ടായ മോശ അനുഭവം വിവരിച്ച് നടി സോണിയ മൽഹാറും രംഗത്തെത്തിയിരുന്നു. എന്നാൽ അവർ നടന്റെ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. പേര് പറഞ്ഞാൽ അതാകും മൂന്നാം വിക്കറ്റ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 2013 തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വെച്ചാണ് സൂപ്പർ സ്റ്റാറിന്റെ ഭാഗത്തു നിന്ന് ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ് സോണിയ മൽഹാർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മേക്കപ്പ് ചെയ്ത ശേഷം ടോയ്ലറ്റിൽ പോയി തിരികെ വരുന്ന വഴി സൂപ്പർ സ്റ്റാർ കടന്നു പിടിച്ചുവെന്നും അവർ പറഞ്ഞു. അദ്ദേഹത്തെ വളരെയേറെ ആരാധിച്ച ആളായിരുന്നുവെന്നും അങ്ങനെ ഒരാളിൽ നിന്നും ഇതുണ്ടായപ്പോൾ പേടിച്ചു പോയി എന്നും അവർ പറഞ്ഞു. എന്നാൽ മലയാളി പൊതുവെ പറയുന്ന സൂപ്പർ താര ചിത്രങ്ങളിലൊന്നും സോണിയ മൽഹാർ അക്കാലത്ത് അഭിനയിച്ചിരുന്നില്ലെന്നാണ് അവർ അഭിനയിച്ച സിനിമകളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. എന്നാൽ സൂപ്പർ താരങ്ങളുമായി കരുതാവുന്ന മറ്റു ചിലർ ഈ നടിയുടെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അയാളെ തള്ളിമാറ്റിയ ശേഷം എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. നിങ്ങളുടെ ഈ ഡ്രസ്സും കണ്ണുമൊക്കെ അട്രാക്റ്റീവാണ്, വന്നപ്പോഴേ ശ്രദ്ധിച്ചുവെന്നാണ് അയാൾ മറുപടി പറഞ്ഞതെന്നും നടി വ്യക്തമാക്കി. സിനിമയിൽ ഒരുപാട് അവസരം തരാമെന്ന് പറഞ്ഞുവെന്നും സോണിയ പറഞ്ഞു. തനിക്കിപ്പോൾ കേസിന് പോകാനുള്ള സാമ്പത്തിക സ്ഥിതിയോ മാനസിക അവസ്ഥയോ ഇല്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ സോണിയയുടെ മൊഴിയിൽ പൊതുസമൂഹം പിന്തുണ നൽകുമോ എന്നതാണ് ഇനി നിർണായകം. ആ നടന്റെ പേര് സോണിയ തുറന്നു പറഞ്ഞാൽ അതും സിനിമാ ലോകത്തിന് വെല്ലുവിളിയാകും. സോണിയ മൽഹാറിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്. 2013 തൊടുപുഴ ഷൂട്ടിങ്ങിന് പോയതാണ്. വലിയൊരു നടന്റെ സിനിമയായിരുന്നു. എന്റെ ഭർത്താവാണ് ട്രെയിൻ കയറ്റിവിട്ടത്. ഓഫീസ് സ്റ്റാഫിന്റെ വേഷമായിരുന്നു. മേക്കപ്പ് ചെയ്ത ശേഷം ടോയ്ലറ്റിൽ പോയി തിരികെ വരുന്ന വഴി ഈ സൂപ്പർ സ്റ്റാർ കയറി പിടിച്ചു. ആദ്യമായാണ് അയാളെ കാണുന്നത്. വളരെയേറെ ആരാധിച്ച ആളായിരുന്നു. ഞാൻ ആദ്യം പേടിച്ചുപോയി. ഞാൻ തള്ളി മാറ്റിയ ശേഷം എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. നിങ്ങളുടെ ഈ ഡ്രസ്സും കണ്ണും ഒക്കെ അട്രാക്റ്റീവാണ്, വന്നപ്പോഴേ ശ്രദ്ധിച്ചുവെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. ഞാൻ നോക്കിക്കോളാം, സിനിമയിൽ ഒരുപാട് അവസരം തരാം എന്നൊക്കെ പറഞ്ഞു. ആ ഒരു നിമിഷത്തിൽ അങ്ങനെ തോന്നിയെന്നും പറഞ്ഞു. പിന്നീട് ക്ഷമ ചോദിച്ചു. അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞു. ഞാൻ അയാളുടെ പേര് പറയുന്നില്ല. അയാൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുമായി സുഖമായി ജീവിക്കുകയാണ്. ഇതറിഞ്ഞ് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവരുത്. എന്റെ കുടുംബത്തിന് ഞാനേ ഉള്ളൂ. ഇതിനു പുറകെ എനിക്ക് നടക്കാൻ സമയമില്ലെങ്കിലും പുറത്ത് പറയാതിരിക്കാൻ പറ്റില്ലെന്ന് തോന്നി. ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ കയറി പിടിക്കാനുള്ള അനുമതിയാണോ താരങ്ങൾക്കുള്ളത്? താല്പര്യത്തിന്റെയും ആഗ്രഹത്തിന്റെയും പുറത്താണ് അഭിനയിക്കാൻ പോകുന്നത്. ഇപ്പോഴും സെറ്റിലേക്ക് പോകാൻ ഭയമാണ്. ഒപ്പം ആരെങ്കിലും ഇല്ലാതെ പോകാറില്ല. ഞാൻ സംഘടനകളിലൊന്നുമില്ല. പല സിനിമകളിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. എനിക്കിപ്പോൾ കേസിന് പോകാനുള്ള സാമ്പത്തിക സ്ഥിതിയോ മാനസികാവസ്ഥയോ ഇല്ല എന്നും അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും വലിയൊരു ബോംബാണ് മലയാള സിനിമാ ചലച്ചിത്ര ലോകത്തെ പിടിച്ചുകുലുക്കിക്കൊണ്ട് ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത്. ഇപ്പോൾ 2 പേരാണ്, അത് സിനിമാ മേഖലയിലെ പ്രഗത്ഭരായ 2 പേരാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈയൊരു ദുരനുഭവം പറഞ്ഞതിന് ശേഷം രാജിവെച്ചിരിക്കുന്നത്. ഇനിയും എത്ര പേർ ഇതുപോലെ ഇത്തരത്തിൽ രാജിവെച്ച് പുറത്തു പോകും, അല്ലെങ്കിൽ അവർക്കെതിരെ ആരോപണങ്ങൾ ഉയരും എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ് ഇനി ഉയർന്നു നിൽക്കുന്നത്.